ഹലോ ഗൈസ്, നിങ്ങൾ ദീപ്തിയുടെ വ്ളോഗൊക്കെ കണ്ട് മടുത്തിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ട് ഇന്ന് വ്ളോഗ് എടുക്കുന്നത് ഞാനാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന്. അത് കൊള്ളാവോ ഇല്ലയോ ഞാൻ കഴിച്ചിട്ട് പറയാം. അത് അടിപൊളിയായിരിക്കും. എന്തായാലും ഇവിടെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി സൂപ്പർ ആയിരിക്കും. നിങ്ങൾ പോയി കണ്ടിട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുന്നത് ഞാനാണ്. മത്തുവിന്റെ കുക്കിംഗ് കോസ്റ്റ്യൂമിലേക്ക് വന്നിട്ടുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ തലയിൽ കെട്ടണം എന്നുള്ളത് ഇവൻ ആരാ പറഞ്ഞു കൊടുത്തത് സത്യമായിട്ടും എനിക്കറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ബട്ടർഫ്ലൈയുടെ ഫുഡ് പ്രോസസ്സറാണ്. അപ്പോൾ അതിലാണ് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ കലാപരിപാടികളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഫുഡ് പ്രോസസ്സറിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് ഈ കുഞ്ഞഞ്ചാറ്. ഇതിലാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുക അങ്ങനത്തെ കൊച്ചു കൊച്ചു പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിന് അഡ്വർടൈസ്മെന്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. സോ അഡ്വർടൈസ്മെന്റ് പറയേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ അടിപൊളി സാധനമാണ് കേട്ടോ. പിന്നെ ഇതിനകത്താണ് നമ്മൾ സവാള അരിയുന്നതും എല്ലാം. ഒരു 5 സവാളയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര മധുരമായിരിക്കില്ലേന്ന്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് നമ്മുടെ കയ്യിരിക്കുന്ന ഭയങ്കര എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുകൊണ്ട് മുളക് പൊടി കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മധുരം അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം ഉണ്ടാവാറില്ല. ഈ എടുക്കുന്ന സവോള, ആ ഒരു ഫുള്ളായിട്ടിരിക്കുന്ന സവോള ഒരു ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള ബ്ലേഡും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അരിഞ്ഞു വന്നോളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി നല്ല അസാധ്യ ഫിനിഷിങ്ങോട് കൂടി തന്നെ ഈ മെഷീൻ ചെയ്തു തരും എന്നാണ് അർത്ഥം. നമ്മുടെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫുഡ് പ്രോസസ്സർ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അത് സജസ്റ്റ് ചെയ്യും കേട്ടോ. ഓരോരോ സവാളയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ ചെറുതായിട്ടായിരിക്കും അരിഞ്ഞു കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് വഴറ്റിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ വലുതായിട്ട് വേണം എന്നുള്ളവർക്ക് ഇതിനനുസരിച്ചുള്ള ബ്ലേഡ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, എനിക്ക് പെട്ടെന്നത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന കുപ്പിയില്ലേ, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കുറച്ച് ക്വാണ്ടിറ്റി മാത്രം വരുന്നൊരു കുപ്പിയാണിത്. ഇനി എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എല്ലാം കൂടെ ഇതിലേക്ക് തട്ടുക. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ ആദ്യം ഇടുന്നതെന്ന്. പക്ഷെ മത്തുവിൻ്റെ അഭിപ്രായമാണ് അതൊക്കെ പിന്നെയാണ് ഇടുന്നത്, അത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ ഇട്ടാൽ മതി, അരിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ ആദ്യമേ ഇടണമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് നോൺ വെജ് ഐറ്റംസ് കുക്ക് ചെയ്യുന്നതിനെ പറ്റി ഭയങ്കര ഐഡിയ ഒന്നുമില്ല. ഞാൻ വെജിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ ഗോൾഡൻ ബ്രൗൺ എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്ന് ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുമ്പം ഞാൻ മഞ്ഞൾപ്പൊടി ലാസ്റ്റ് പൊടികൾ ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ചെയ്യുന്നത്. ഇതെന്താ ആദ്യമേ ഇട്ട് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പെട്ടെന്ന് ഗോൾഡൻ കളർ കിട്ടും എന്നാണ്. പിന്നെ കൊച്ചിൻ്റെ ബുദ്ധി റോക്കറ്റായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, എന്തും ചെയ്യും. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനിടയ്ക്ക് നമ്മളൊരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ സവാള ഭയങ്കര നൈസായിട്ടാണ് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ തക്കാളിയും കുറച്ച് നൈസായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയാണ്. എനിക്ക് ഗരം മസാല എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനതിനെ എപ്പോഴും കരം മസാല എന്നാണ് പറയുന്നത്. കടയിൽ ചെന്നിട്ട് ഞാൻ പറയുന്നത് ഗരം മസാല വേണം എന്നുള്ള രീതിയിലാണ്.
ഇതിപ്പോൾ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ടേബിൾ സ്പൂൺ ടീസ്പൂൺ പറയാനൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ കുക്കിംഗ് പഠിച്ച് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്കും ടേബിൾ സ്പൂൺ ടീസ്പൂണൊക്കെ വേണമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൈയളവും അതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി. ഈ മുളക് പൊടി ഇടുന്ന കണ്ടാൽ തോന്നുന്നു ഇത്രയും എരിവ് വേണമെന്ന്. പക്ഷെ ഒരുപാട് എരിവുള്ള കറിയല്ല. എനിക്ക് ഒത്തിരി എരിവൊന്നും അത്ര പറ്റാത്ത ഒരാളാണ്. ഇതിൽ വലിയ എരിവില്ലാത്ത മുളകാണ്. സോ അതുകൊണ്ടാണ് ഇത്രയും വാരി കോരി ചേർത്ത് കൊടുക്കുന്നത്. കുക്കിങ്ങിൻ്റെ ബിഗിനിങ്സ് ടൈമിൽ മാത്രമാണ് നമുക്ക് ഈ ടേബിൾ സ്പൂണിൻ്റെയും ടീസ്പൂണിൻ്റെയും ഒക്കെ ആവശ്യം വരുന്നത്. ഞങ്ങളുടെ കയ്യിലൊരു സെറ്റ് ഇരിപ്പുണ്ട്. കപ്പ്, ഹാഫ് കപ്പ്, 1/4 അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുറേ കപ്പൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. ആ ഒരു റോ ഫ്ലേവറൊക്കെ, ആ പൊടിയുടെയൊക്കെ റോ ഫ്ലേവറൊക്കെ ഇത് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എനിക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയ പാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് നിന്ന് ചാടിപ്പോകാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. സോ എനിക്കിത് ഭയങ്കര റിസ്ക്കി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഒരു നല്ലൊരു വഴക്കത്തോടു കൂടി മറ്റൊരു അസാധ്യമായിട്ട് ചെയ്തെടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട് മസാല. ഇനി അതിനെ അടച്ച് വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് വിട്ടു കൊടുക്കുക. ഇനി അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടിക്കോളും. ഞാൻ അടച്ച് വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വേവാനായിട്ട് വിട്ടു കൊടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് മുടിയൊക്കെ തുറന്ന് നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് നല്ല നാടൻ കറിവേപ്പിലയാണ്. സോ നല്ല മണമായിരിക്കും. അതിൻ്റെ സത്തിറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടൊരു ഗുണവും കൂടെ കിട്ടും. പിന്നെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. ടേസ്റ്റ് ചെയ്യാനായിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊന്നും, നേരത്തെ തന്നെ വെച്ചിട്ടുള്ള സാധനമാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു വാവ് ഫാക്ടർ അങ്ങനെയൊന്നും പറയാനായിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചിക്കൻ കറി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.